إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون ഏറെ ആദരണീയരായ സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മളൊക്കെ സാധാരണയായി കേൾക്കാറുള്ള ഒരു പ്രയോഗമാണ് വലിയുള്ള എന്ന പ്രയോഗം. അള്ളാഹുവിൻ്റെ വലിയ ആരാണ് എന്ന ചോദ്യത്തിന് പല തെറ്റിദ്ധാരണകളും നമ്മളുടെ ആളുകൾക്കിടയിലുണ്ട്. ഒരാളിൽ നിന്ന് അള്ളാഹു അയാളെ തൃപ്തിപ്പെട്ട് അയാളിലൂടെ എന്തെങ്കിലും ഒരു കറാമത്ത്, ഒരു അത്ഭുത സംഭവം ഉണ്ടായാൽ മാത്രമാണ് അയാൾ വലിയാവുക എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ വലിയ എന്ന് പറയുന്നയാൾക്ക് പ്രത്യേക രൂപമോ ഹാവഭാവമോ കഴുത്തിലൊരു പച്ചത്തട്ടമോ ഒരു നീളം കുപ്പായമോ ഒന്നും ഉണ്ടാകണം എന്നില്ല. വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി അവനെ മാത്രം ഭയപ്പെട്ട് മറ്റാരെയും ഭയക്കാതെ നിലകൊള്ളുന്നവനെയാണ് വലിയ എന്ന് പറയുക. ആ മർത്തബയിലേക്ക് ഏതു സാധാരണക്കാരനും എത്തിച്ചേരാൻ കഴിയും എന്നതു തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ ഖുർആനിന്റെ വചനങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അവിടെ വലിയ എന്ന് പറയുന്നത് ആരാണ് എന്നത്, അയാളുടെ ക്വാളിറ്റി എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിലൂടെ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു തആല ഖാൽ മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരെങ്കിലും എന്റെ വലിയായ, ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നോട് സാമീപ്യമുള്ള, എനിക്ക് പ്രിയപ്പെട്ടവനായ, ഞാൻ ഇഷ്ടപ്പെടുന്നവനായ വലിയനെ അവനോട് ആരെങ്കിലും പകയും ശത്രുതയും വെച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വലിയ എന്ന മർത്തബയിലേക്ക് നമ്മൾ എത്തിയാൽ, അങ്ങനെയുള്ള ആ ഒരു വലിയായ പടച്ചവന് പ്രിയപ്പെട്ടയാളെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചാൽ അവനുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി. ഒരടിമ ഞാൻ ഇഷ്ടപ്പെടുന്ന ഫർദായ കാര്യങ്ങളെ കൊണ്ട് എന്നിലേക്ക് അടുക്കുന്നു. നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രം അകന്ന സമയത്താണ് ഇവിടെ നിൽക്കുന്നത്. തറാവീഹിനെ നമ്മൾ ശ്രദ്ധ കാണിച്ചിരുന്നു. തീർച്ചയായും നാം ശ്രദ്ധ കാണിക്കേണ്ടത് തന്നെയായിരുന്നു. പക്ഷേ തറാവീഹ് സുന്നത്തായ ഒരു നമസ്കാരമാണ്, ഒരു ജമാഅത്ത് നമസ്കാരമാണ്. അതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രാധാന്യമുള്ളത്
ഫർദ് നമസ്കാരങ്ങൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയിന്റെ ക്വാളിറ്റി പറയുമ്പോൾ ആദ്യമായി പറയുന്നത് അവൻ ഞാൻ നിർബന്ധമാക്കിയ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് അവൻ എന്നിലേക്ക് അടുക്കുന്നു. അതാണ് ആദ്യത്തെ ക്വാളിറ്റി. എല്ലാ നമസ്കാരങ്ങളിലും അവൻ പള്ളിയിൽ ഉണ്ടാകും. ഓരോ നമസ്കാരത്തിന്റെ കാര്യത്തിലും അവൻ ഗൗരവം കാണിക്കും. ഫർദായ നമസ്കാരവും സകാത്തും ഹജ്ജും ഒക്കെ അവൻ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുന്നവനാണ്. അതിനാണ് ഒന്നാം സ്ഥാനം. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. അതുപോലെ തന്നെ അവൻ ഫർദായ കർമ്മങ്ങളോടൊപ്പം തന്നെ സുന്നത്തായ സൽക്കർമ്മങ്ങൾ കൊണ്ടും എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഫർദായ കർമ്മങ്ങൾ ചെയ്യുന്നു, അതുപോലെ സുന്നത്തായ കർമ്മങ്ങളും അവൻ ചെയ്യുന്നു. അവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവൻ റമദാനിൽ ധാരാളമായി ചെയ്യുന്നു. റമദാനിന് ശേഷം അവനത് നിർത്തുന്നില്ല. അവന്റെ കർമ്മങ്ങളിൽ അവന് നിരതമാകുന്നു. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അങ്ങനെ ഫൈദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കാത് ഞാനായി മാറും. അത് സൂഫികൾ പറയുന്നത് പോലെ അള്ളാഹു മനുഷ്യനിൽ അവതരിച്ച് അവൻ അള്ളാഹുവായി മാറുന്ന അനൽ ഹഖിന്റെ വിശ്വാസമല്ലേയല്ല. അഹ്ലുസുന്ന വളരെ കൃത്യമായും അതിനെ പറയുന്നു. ഫലാ യസ്മഉ ഇല്ലാ മാ യർളല്ലാഹ്, അല്ലാഹ് ഇഷ്ടപ്പെട്ടതല്ലാത്ത ഒന്ന് അവന് കാണുവാൻ കഴിയാത്ത രീതിയിലുള്ള ആളായി മാറും. പടച്ചവൻ ഇഷ്ടപ്പെട്ടതല്ലാത്തത് കേൾക്കാൻ അവന് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവൻ മാറും. വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന അവന്റെ കണ്ണ് ഞാനായി മാറും. അതുപോലെ തന്നെ വയദഹുല്ലദീ യബ്തിഷു ബിഹാ, അവൻ നടക്കുന്ന അവന്റെ പിടിക്കുന്ന അവന്റെ കൈ ഞാനായി മാറും. അതുപോലെ തന്നെ അവൻ നടക്കുന്ന അവന്റെ കാല് ഞാനായി മാറും. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അള്ളാഹുവിന്റെ നിയമങ്ങൾക്കും വിധിവിലക്കുകൾക്കും അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്തവൻ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവൻ, അങ്ങനെയുള്ളവനാണ് ആ വലിയ. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കും. അവനോട് അഭയം ചോദിച്ചാൽ, അഭയ പ്രാർത്ഥന നടത്തിയാൽ ഞാൻ അവന് കാവൽ കൊടുക്കും എന്ന അല്ലാഹു പറയുന്ന മഹത്തായ ഒരു മർത്തബ. ആ മർത്തബയിലേക്ക് നമ്മൾ മാറേണ്ടവരല്ലേ? അതിലേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിക്കേണ്ടത് തന്നെയല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഒന്നാമത്തെ വലിയ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം അൽ ഹാരിസ് എന്ന് പറയുന്ന ഒരാൾ വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളെടുക്കുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിൽക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഗൗറസ് ചോദിക്കുന്നു, എന്നിൽ നിന്ന് നിന്നെ തടുക്കുവാൻ ആരുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയലേശമില്ലാതെ പ്രഖ്യാപിക്കുന്നു, അല്ലാഹ് പടച്ചോൻ എന്നെ അതിൽ നിന്ന് സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ അയാളുടെ കൈകൾ വിറക്കുന്നു. അയാളുടെ കൈകളിൽ നിന്ന് വാള് നിലത്ത് വീഴുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാളെടുക്കുന്നു, അത് കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് അയാളോട് ചോദിക്കുന്നു, ഇപ്പൊ നിന്നെ എന്നിൽ നിന്ന് ആര് രക്ഷിക്കുമടാ എന്ന് പറയുമ്പോൾ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ധൈര്യം, ആ സ്ഥൈര്യം, അതാണ് ഒരു വലിയന്റെ ക്വാളിറ്റി. അവൻ അല്ലാഹുവിനെ അല്ലാതെ ഏത് പ്രതിസന്ധി സമയത്തും പടച്ചവനെയല്ലാതെ ഭയപ്പെടാത്തവരാണ് എന്ന് നമുക്ക് കൃത്യമായും ഹദീസുകളും ഖുർആനിന്റെ വചനങ്ങളും പറഞ്ഞു തരാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, വലിയ എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖമോ സങ്കടമോ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ കയറെടുത്ത് ജീവിതം അവസാനിപ്പിക്കുന്നവനോ ഒന്നുമല്ല. അവൻ നല്ല കണ്ടേടമുള്ള, നല്ല ആണത്തമുള്ള, നല്ല നിലപാടുള്ള, വിശ്വാസ ദൃഢതയുള്ള, ആരെയും ഭയപ്പെടാത്ത, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവനായ ആളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസികൾ രണ്ട് വിധമുണ്ട്. സൂറത്തുൽ വാഖിഅയും സൂറത്തുർ റഹ്മാനും ചൂണ്ടുവിരൽ വെച്ച് വായിക്കുക തന്നെ വേണം. അതിലെ വചനങ്ങൾ അത് നമ്മളോട് പറയുന്നുണ്ട്. ഫഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരായ ആളുകൾ. എന്താണ് ആ വലതുപക്ഷക്കാരായ ആളുകളുടെ അവസ്ഥ? വഅസ്ഹാബുൽ മശ്അമ മാ അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷക്കാരായ ആളുകൾ. എന്താണ് ആ ഇടതുപക്ഷക്കാരായ ആളുകളുടെ അവസ്ഥ? വസ്സാബിഖൂന
മുന്നേറിയവരിൽ ഏറ്റവും മുൻകടന്ന ഒന്നാം സ്ഥാനക്കാരായ ആളുകൾ ഉലൈകൽ മുഖറബൂൻ, അവർ തന്നെയാണ് അല്ലാഹുവിനോട് ഏറ്റവും സാമീപ്യമുള്ളവരായ ആളുകൾ. അതാണ് രണ്ട് വിഭാഗം വിശ്വാസികൾ. ഒന്ന് വലതുപക്ഷക്കാരായ ആളുകൾ, മറ്റൊന്ന് വസ്സാബിഖൂന സാബിഖൂൻ, അങ്ങേയറ്റം നന്മയിൽ മുന്നേറിയ ആളുകൾ എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഖുർആൻ വീണ്ടും വീണ്ടും സൂറത്തുൽ വാഖിഅയിൽ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, ഇനി അവൻ ആ മുഖറബീങ്ങളിൽപ്പെട്ട അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവരിൽപ്പെട്ടയാളാണെങ്കിൽ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം, അപ്പോൾ അവർക്ക് അവിടെയുള്ളത് അല്ലാഹുവിങ്കൽ നിന്നുള്ള സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുഖാനുഗ്രഹങ്ങളും ആനന്ദവും എല്ലാം അവർക്കുണ്ടായിരിക്കും. വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, ഇനി അവൻ വലതുപക്ഷക്കാരനായ ആളാണെങ്കിൽ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, നിങ്ങൾ വലതുപക്ഷക്കാരായ ആളുകളെ ഫർദിന്റെയും മറ്റു കാര്യങ്ങളിലും മാത്രം ശ്രദ്ധിക്കുന്ന സുന്നത്തുകളിലും നന്മകളിലും കൂടുതലായിട്ട് മുന്നേറാത്ത വിശ്വാസികളെ ഫസലാമുൻ ലക്കും, നിങ്ങൾക്ക് സമാധാനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീൻ, ഇനി അല്ലാഹുവിനെ നിഷേധിച്ചു തള്ളിയവനാണെങ്കിൽ അദ്ദാല്ലീൻ, വഴികേടിലേക്ക് പോയവരാണെങ്കിൽ ഫനുസുലുൻ മിൻ ഹമീം, നിങ്ങൾക്കുള്ള സൽക്കാരം ഹമീം എന്ന ചൂടേറിയ വെള്ളത്തിൽ നിന്നുള്ളതാണ് എന്ന് ഖുർആൻ അവർക്കുള്ള ശിക്ഷയെ പറ്റി നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഒരു വചനത്തിലൂടെ സൂറത്തുൽ ഫാത്തിറിന്റെ 32 അല്ലാഹു പറയാണ്, സുമ്മ ഔറസ്നൽ കിതാബ അല്ലദീന ഇസ്തഫൈനാഹു മിൻ ഇബാദിന, നമ്മളുടെ അടിമകളിൽ നിന്ന് നാം തിരഞ്ഞെടുത്ത ആളുകൾക്ക് നാം ഗ്രന്ഥം നൽകുകയുണ്ടായി. ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവർക്ക് ആ ഗ്രന്ഥം നൽകപ്പെട്ടിട്ടും അവര് സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ച് ആ കിതാബിന്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ അതിനെ സ്വീകരിക്കാതെ പോകുന്ന ആളുകളുണ്ട്. വമിൻഹും മുഖ്തസിദ്, അതുപോലെ തന്നെ മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുമുണ്ട്. അവർ നന്മ ചെയ്യുന്നവരാണ്, പക്ഷേ അവരൊരു ഒരു മധ്യമ നിലപാടിലാണ്. കൂടുതൽ നന്മയിൽ മുന്നേറുന്ന വിഷയത്തിൽ അവർ ഒരു മധ്യമ നിലപാടിൽ നിലകൊള്ളുന്ന ആളുകളാണ്. വമിൻഹും സാബിഖുൻ ഇലൽ ഖൈറാത്തിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറുന്ന വേറെ ഒരു വിഭാഗം ആളുകളുണ്ട്. ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഇതിന് പ്രകാരം. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. ആ അസ്ഹാബുൽ യമീനിൽ നിന്ന് അസ്ഹാബുൽ വസ്സാബിഖൂന അസ്സാബിഖൂൻ എന്ന് ഖുർആൻ പറഞ്ഞ ഉലൈകൽ മുഖറബൂൻ എന്ന അല്ലാഹുവിന്റെ ഏറ്റവും സമീപസ്ഥരാകുന്ന ആളുകളിൽ പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഒരു വലിയ എന്ന് പറയുന്നത് അയാളിൽ 3 കാര്യങ്ങൾ ഉണ്ടാവും. ഹുവ അൽ ആലിമു ബില്ലാഹ്, അവൻ അല്ലാഹുവിനെ പറ്റി കൃത്യമായി അറിയുന്നവനായിരിക്കും. അല്ലാഹുവിന്റെ അസ്മാഉകളെ കുറിച്ച്, അഫ്ആലുകളെ കുറിച്ച്, സിഫാത്തുകളെ പറ്റി, അവന്റെ മഖ്ലൂഖാത്തുകളെ പറ്റി, അവന്റെ ആയാത്തുകളെ പറ്റി, അവന്റെ കൽപ്പനകളെ പറ്റി, അവന്റെ വിലക്കുകളെ പറ്റി, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ പറ്റി, അവൻ വെറുക്കുന്ന കാര്യങ്ങളെ പറ്റി എല്ലാം അറിയാൻ ശ്രമിച്ച് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുന്നവനാകും. അല്ലാഹുവിനെ പറ്റി നല്ല ധാരണയും അറിവുമുള്ളവരാകും. അൽ മുഖ്ലിസു ലഹു, അല്ലാഹുവിന് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റ, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തന്നത് പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ നന്ദി വാക്കുകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാടുകാരായിരിക്കും അവർ. ആളുകൾ എന്ത് പറയുന്നു എന്നതൊന്നും അവർ ശ്രദ്ധിക്കുകയില്ല. ആളുകൾ പലതും പറയും, അതൊക്കെ നോക്കി നിന്ന് അതിനനുസരിച്ച് മാറേണ്ടവരല്ല നാം. പടച്ചവന് വേണ്ടി നിലകൊള്ളുന്നവരാകണം. ആളുകളുടെ വാക്കുകളെ ഗൗനിക്കുന്നവരായി മാറുകയല്ല അവർ ചെയ്യുക. അൽ മുഖീമു അലാ ത്വാഅതി, മരണം വരെ അല്ലാഹുവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരാണ് അവർ. റമദാനിൽ മാത്രം അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരല്ല, മരണം വരെ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് അവർ. അവരിൽ ഉൾപ്പെടാൻ നമ്മൾ തയ്യാറാകണം, നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കർമ്മങ്ങളിൽ നിരതരാകുന്ന സജീവരാകുന്ന ആളുകളിൽ നമ്മൾ പെടണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് തിന്മകളിൽ നിന്ന് അല്ലാഹു നമ്മളുടെ കണ്ണിന്റെ തിന്മകളിലേക്ക് നോക്കാൻ നമുക്ക് കഴിയില്ല, തിന്മകൾ സംസാരിക്കാൻ നമുക്ക് കഴിയില്ല, തിന്മകളിലേക്ക് നടക്കാൻ നമുക്ക് കഴിയില്ല, തിന്മകൾ കൈകൊണ്ട് സ്പർശിക്കുവാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള മർത്തബയിലെത്തണം. അതിനാണ് റമദാൻ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറുവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് അല്ലാഹു പറയുന്നു. ആ തഖ്വയെ റമദാനിന് ശേഷം വലിച്ചെറിയേണ്ടവരെല്ലാം നിലകൊള്ളുക, നിലപാടുള്ളവരാവുക, അല്ലാഹുവിന്റെ വലിയായി മാറാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വനസറ അബ്ദഹു വഹസമ അൽഅഹ്സാബ വഹ്ദഹു ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിലൂടെ ഈ മുഖറബീങ്ങളായ ആളുകളും അതുപോലെ അസ്ഹാബുൽ യമീനായ ആളുകളും ഇവർക്ക് രണ്ടും പേർക്കും കിട്ടുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ പറ്റി സൂറത്തുർ റഹ്മാനിലൂടെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ചില ആയത്തുകളാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ സ്ഥാനത്തെ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറിയ ആളുകൾ അവർക്ക് ജന്നത്താൻ, രണ്ട് തോട്ടങ്ങളുണ്ട് അവർക്ക്. പിന്നെ അള്ളാഹുവിന്റെ എന്ത് അനുഗ്രഹങ്ങളെ പറ്റിയാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നത് എന്ന് ഖുർആൻ ചോദിക്കാണ്. അതുപോലെ തന്നെ പല വകുപ്പുകളുള്ള രണ്ടെണ്ണം, വിവിധ വർണ്ണത്തിലും ഭാവത്തിലും നിറത്തിലുമുള്ള മനോഹരമായ രണ്ട് സ്വർഗങ്ങൾ. ആ സ്വർഗത്തിന്റെ മനോഹാരിത, അതിന്റെ നിറങ്ങൾ, അതിന്റെ വർണ്ണങ്ങൾ, അതിന്റെ സൗകര്യങ്ങൾ, അതിന്റെ സൗന്ദര്യങ്ങൾ, അതിനെ പറ്റിയാണ് അഫ്നാൻ എന്നതിലൂടെ അള്ളാഹു പറയുന്നത്. പല വർണ്ണങ്ങളിലുള്ള മനോഹരമായ രണ്ട് സ്വർഗങ്ങൾ. അതിലൂടെ ശാന്തമായി ഒഴുകുന്ന രണ്ട് നദികൾ ആ സ്വർഗങ്ങളിൽ അവർക്കുണ്ടായിരിക്കുന്നതാണ്, ആ തോട്ടങ്ങളിൽ അവർക്കുണ്ടാകുന്നതാണ്. അവർക്ക് എല്ലാ ഫലങ്ങളിൽ നിന്നും പഴങ്ങളിൽ നിന്നും ഒരേ പഴം തന്നെ, രണ്ടു രീതിയിലുള്ള ഒരേ പഴങ്ങൾ, അവർക്ക് ഒരേ സാധനം തന്നെ, പക്ഷെ അതിന് വ്യത്യസ്തമായ രുചിയും ഭാവവും ഒക്കെയുള്ള ഫലങ്ങൾ അതിനുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അവർ മെത്തകളിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും. ആ മെത്തകളുടെ ഉൾവശത്തിലുള്ളത് കട്ടിയുള്ള പട്ടായിരിക്കും. അതുപോലെ തന്നെ അവർ പറിച്ചെടുക്കുന്ന പഴങ്ങൾ, നമ്മൾ മാങ്ങയൊക്കെ കായ്ക്കുന്ന സമയമാണ്, ഉയരത്തിലുള്ള മാങ്ങയൊക്കെ എറിഞ്ഞു ചാടിക്കാൻ കുട്ടികൾ പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ ഈ സ്വർഗത്തിലുള്ള ആളുകൾക്ക് ആ പഴങ്ങൾ അവർക്ക് പറിച്ചെടുക്കുവാൻ കഴിയുന്ന രീതിയിൽ അവരോട് ചാഞ്ഞു നിൽക്കുന്നതായിരിക്കും. പിന്നെ അല്ലാഹുവിന്റെ എന്ത് അനുഗ്രഹങ്ങളെയാണ് മനുഷ്യരെ നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നത്. അതുപോലെ തന്നെ ആ സ്വർഗങ്ങളിൽ അവർക്ക് ഹൂറുൻ അത് വിടർന്ന നേത്രങ്ങളുള്ള സ്വർഗീയ സ്ത്രീകളുണ്ട്. അവരുടെ കാഴ്ചകൾ സ്വയം പരിമിതപ്പെടുത്തിയവരാണ്. അവർക്ക് അവരുടെ ഇണകളെക്കാൾ സൗന്ദര്യമുള്ള ഒരാളെയും കാണാൻ കഴിയാത്ത രീതിയിൽ അവരുടെ കാഴ്ചകൾ സ്വയം പരിമിതപ്പെടുത്തിയ സ്ത്രീകൾ അവർക്കുണ്ട്. മുൻപ് മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചില്ലാത്ത സുന്ദരികളായ സ്ത്രീകൾ. അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യത്തെ ഖുർആൻ വർണ്ണിക്കുകയാണ്. മുത്തും പവിഴവും പോലെയായിരിക്കും അവർ. ഇതാണ് മുഖറബീങ്ങൾക്കുള്ള സ്വർഗത്തിലുള്ളത് ഒരുക്കി വെച്ചത് എന്ന് ഖുർആൻ പറഞ്ഞതിന് ശേഷം വീണ്ടും തുടരുകയാണ്. അതിനു താഴെ രണ്ട് സ്വർഗങ്ങളുണ്ട്. ഉന്നതമായ സ്വർഗങ്ങളിൽ നിന്ന് കുറച്ച് താഴ്ന്ന രീതിയിലുള്ള സ്വർഗങ്ങളും തോട്ടങ്ങളും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല കടുംപച്ച നിറത്തിലുള്ള സ്വർഗമായിരിക്കും അത്. നേരത്തെ പറഞ്ഞതെന്താ? നേരത്തെ മുഖറബീങ്ങളായ ആളുകൾക്ക് പറഞ്ഞതെന്താ? അഫ്നാൻ. പല നിറങ്ങളിലും വർണ്ണങ്ങളിലും ഭാവങ്ങളിലുമുള്ള മനോഹരമായ സ്വർഗം. അതിന് താഴെയുള്ള സ്വർഗത്തിലുള്ള ആളുകൾക്കുള്ളതോ അത് ഖുർആൻ പറയാണ് മുദ്ഹാമ്മതാൻ. കടുംപച്ച നിറത്തിലുള്ള സ്വർഗമായിരിക്കും അവർക്കുണ്ടാവുക. കുത്തിച്ചൊരിഞ്ഞൊഴുകുന്ന രണ്ട് നദികൾ അവർക്കതിനുണ്ടാകും. നേരത്തെ പറഞ്ഞതെന്താ? മുഖറബീങ്ങളായ ആളുകൾക്കുള്ളതെന്താ? അവർക്കുള്ള സ്വർഗം ഐനാനി തജ്രിയാൻ, ശാന്തമായി ഒഴുകുന്ന സ്വർഗമായിരിക്കും. ശാന്തമായി ഒഴുകുന്ന അരുവികളും അതുപോലെ തന്നെ കുത്തിച്ചൊരിഞ്ഞൊഴുകുന്ന അരുവികളും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അവർക്കവിടെ പഴങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈത്തപ്പഴമുണ്ട്, റുമ്മാനുണ്ട്. നേരത്തെ പറഞ്ഞതെന്താ? അവർക്ക് ഓരോ തരത്തിലുള്ള പഴങ്ങളിൽ നിന്നും വ്യത്യസ്ത രുചികളുള്ളതുണ്ട് എന്ന് അവിടെ മുഖറബീങ്ങൾക്ക് അല്ലാഹു പറഞ്ഞു തരാണ്. ഇവിടെ അസ്ഹാബുൽ യമീന് അവർക്ക് പഴങ്ങളുണ്ട്, നഹ്റുണ്ട്, റുമ്മാനുണ്ട്. പടച്ചവന്റെ എന്ത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഉത്തമരായ ഭംഗിയുള്ളവരായ സ്ത്രീകൾ, ഹൂറുൻ അവർക്ക് അവിടെയുണ്ട് എന്ന് ഖുർആൻ അവരെ കുറിച്ച് പറയാണ്. നേരത്തെ പറഞ്ഞതൊക്കെ മുത്തും പവിഴവും പോലെ മനോഹരമായ സ്ത്രീകളാണ് മുഖറബീങ്ങൾക്കുള്ളത് എന്ന് ഖുർആൻ നമ്മളോട് പറയുമ്പോൾ
അവിടെ നല്ല ഭംഗിയുള്ള സ്ത്രീകൾ അവർക്കുണ്ട് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അവർ ടെന്റുകളായില്ലായി, അവരുടെ കാഴ്ചകൾ പരിമിതപ്പെടുത്തപ്പെട്ട സ്ത്രീകളാണ് ആ അസ്ഹാബുൽ യമീനിലുള്ളത്. മറ്റതോ ഒന്ന് ഖാസിറാത്താണ്, മറ്റൊന്ന് മഖ്സൂറാത്താണ്. ഒന്ന് ഇസ്മു ഫാഇലാണ്, മറ്റൊന്ന് ഇസ്മു മഫ്ഊലാണ്. അത് മുഖറബീങ്ങളായ അവർക്കുള്ള സ്ത്രീകൾ, അവർക്കുള്ള സ്വർഗീയ സ്ത്രീകൾ, അവരുടെ ഭർത്താവിനേക്കാൾ അവർക്ക് സൗന്ദര്യമുള്ളവരായി ഒരാളെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള സ്ത്രീകളാണ് അവർ. മറ്റുള്ളത് ടെന്റുകളിലായി കാഴ്ചകൾ പരിമിതപ്പെടുത്തപ്പെട്ട ആളുകൾക്കുള്ളതാണ്, അങ്ങനെയുള്ളതാണ് അവർക്കുള്ള സ്വർഗത്തിലെ സ്ത്രീകൾ എന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ആ ഒന്നാം സ്ഥാനക്കാരിലെത്താൻ ശ്രമിക്കുക. അതിന് ഫർദായ കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുക, സുന്നത്തായ കർമ്മങ്ങളിൽ നമ്മൾ നിരതമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളുടെ അറേബ്യൻ നാടുകളിൽ നമ്മളുടെ എല്ലാ സൗകര്യങ്ങളും നമുക്കുള്ള എല്ലാ നന്മകളും അല്ലാഹു തരുവാൻ കാരണമായ അതിന് അല്ലാഹു സബബാക്കിയ ഒരു നാട്, ആ നാട് പ്രതിസന്ധിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു നൽകുമാറാകട്ടെ. അത് നമ്മളുടെ അടുക്കളയെ പോലും ബാധിച്ചിരിക്കുന്ന വിഷയമാണ്, പ്രതിസന്ധിയിലാണ്. ഇന്ധനത്തിന്റെ വിഷയത്തിൽ മറ്റുമൊക്കെ നമ്മളും പ്രതിസന്ധിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് സമാധാനം സമ്മാനിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.